Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പറിന്റെ കോഡ് വരുന്നത് BEGC 102 എന്നുള്ളതാണ് പേപ്പറിന്റെ കോഡ്. അപ്പോൾ നമ്മളെ പേപ്പർ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നുള്ളതാണ് പേപ്പർ. ഇത് BA ഇംഗ്ലീഷിന് വരുന്ന പേപ്പറാണ്. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ മെയിൻ പേപ്പറാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ ഈ പേപ്പറിൻ്റെ നോട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ ക്ലാസ്സിലൂടെ പേപ്പറിൻ്റെ നോട്ടും അതുപോലെ തന്നെ ആ നോട്ട് ത്രൂ ക്ലാസ്സും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ചെറുതായിട്ട് ക്ലാസ്സിൻ്റെ ഒരു എക്സ്പ്ലനേഷനും വിത്ത് നോട്ട്. ആ നോട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോട്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളെ പേപ്പർ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ എക്സാമിന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ എയിൽ വരുന്നത് 100 വേർഡ്സിൽ എഴുതേണ്ട ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ ബിയിൽ വരുന്നത് 250 വേർഡ്സും അതുപോലെ തന്നെ സിയിൽ വരുന്നത് 500 വേർഡ്സിലും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ഹോമർ ദ ഇലിയഡ് എന്നുള്ളതാണ്. ഹോമർ ദ ഇലിയഡ്. ഈ ഇലിയഡ് എന്നുള്ളത് ഹോമറിന്റെ വാർ പോയമാണ്. ഇലിയഡ് വാർ അല്ലെങ്കിൽ ട്രോജൻ വാർ. ഗ്രീക്കുകാരും അതുപോലെ തന്നെ ട്രോജൻസും തമ്മിലുള്ള യുദ്ധമാണെന്ത് ഇലിയഡ് വാർ. ഈ യുദ്ധം തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ട്രോജൻ പ്രിൻസ് ആയിട്ടുള്ള പാരീസ് എന്നുള്ള സ്ഥലത്തിന്റെ പേരല്ല, പ്രിൻസിന്റെ പേരാണ്. ട്രോജൻ രാജകുമാരനായിട്ടുള്ള പാരീസ് ഗ്രീക്കിലെ മെനലോസോസ് പാട്ട എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യയായിട്ടുള്ള അല്ലെങ്കിൽ രാജകുമാരിയായിട്ടുള്ള ഹെലനെ തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ പേരിലാണ് ഗ്രീക്കുകാരും ട്രോജൻസും തമ്മിലുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ യുദ്ധത്തെ കുറിച്ചാണ് ഇലിയഡ് എന്ന് പറയുന്ന വാർ പോയം. അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ എന്നൊരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ നടത്തുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് ദ തീം ഓഫ് ഇലിയഡ്. ഇലിയഡിലെ തീം ഡിസ്കസ് ചെയ്യുക. എന്തെല്ലാം തീമാണ് ഇലിയഡിൽ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലിയഡിലെ തീംസ് ആർ ദ ഫണ്ടമെന്റൽ ആൻഡ് ഓഫൺ യൂണിവേഴ്സൽ ഐഡിയാസ് എക്സ്പ്ലോർഡ് ഇൻ എ ലിറ്റററി വർക്ക്. ഇവിടെ ഈ ലിറ്റററി വർക്കിൽ, ഈ ഒരു ഇലിയഡ് എന്ന വർക്കിൽ വരുന്ന തീം എന്ന് പറയുന്നത് ചില യൂണിവേഴ്സൽ ഐഡിയാസും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആൻഡ് യൂണിവേഴ്സൽ ഐഡിയാസ് ആണ്. ഫണ്ടമെന്റൽ ആൻഡ് യൂണിവേഴ്സൽ ഐഡിയാസ് അതായത് സാർവത്രികവും അടിസ്ഥാനപരമായിട്ടുള്ളതുമായ ചില ആശയങ്ങൾ. ആ വാക്കുകൾ ശ്രദ്ധിക്കട്ടോ. ഫണ്ടമെന്റൽ ആൻഡ് യൂണിവേഴ്സൽ ഐഡിയാസ് ആർ എക്സ്പ്ലോർഡ്. ഈ പറയുന്ന കാര്യങ്ങളാണ് ഐഡിയാസ് എക്സ്പ്ലോർഡ് ഇൻ എ ലിറ്റററി വർക്ക്. ഈ ആശയങ്ങളാണ് ലിറ്റററി വർക്കായിട്ടുള്ള ഇലിയഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? തീംസ് ആർ ദി ഫണ്ടമെന്റൽ ആൻഡ് ഓഫൺ യൂണിവേഴ്സൽ ഐഡിയാസ്. ഇനി ഏതൊക്കെയാണ് ആ തീമുകൾ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്ലോറി ഓഫ് വാർ എന്നുള്ളതാണ്. അതായത് യുദ്ധത്തിന്റെ മഹത്വമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിലിറ്ററി ഗ്ലോറി ഓവർ ഫാമിലി ലൈഫ്. കുടുംബ ജീവിതത്തെക്കാൾ സൈനിക ജീവിതത്തിനുള്ള പ്രാധാന്യമാണ് രണ്ടാമത്തേത്. മൂന്നാമതായിട്ട് ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ദ ഇംപെറമെന്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഇറ്റ്സ് ക്രിയേഷൻസ്. മനുഷ്യ ജീവിതത്തിൻ്റെയും അതിൻ്റെ ക്രിയേഷൻസിൻ്റെയും ക്ഷണികത. ഇംപെറമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലൈഫ്. അതായത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഷോർട്ടാണ്. ചിലപ്പോൾ നമ്മൾ 60 വയസ്സ് വരെയോ 70 വയസ്സ് വരെ അല്ലെങ്കിൽ 60-70 കൊല്ലമൊക്കെ ജീവിക്കാം. പക്ഷേ മറ്റു പലതിനോടും കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യൻ ഷോർട്ട് ലിവ്ഡ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് പരിഗണിക്കാം.
അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ഒന്നാമത്തേത് ദ ഗ്ലോറി ഓഫ് വാർ എന്നുള്ളതാണ്, യുദ്ധത്തിന്റെ മഹത്വം എന്നുള്ളതാണ്. ഇലിയഡ് എന്ന് പറയുന്ന വാർ പോയം യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്നുണ്ടോ? യുദ്ധത്തിന്റെ കാരണമെല്ലാം ഞാൻ പറഞ്ഞു, വല്ലാതെ ഞാൻ വിശദീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ആൻസർ പറയുന്ന ഭാഗം കുറയ്ക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിലുള്ള വിശദീകരണം ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. വൺ ക്യാൻ മേക്ക് എ സ്ട്രോങ് ആർഗ്യുമെന്റ് ദാറ്റ്, ഒരു വ്യക്തിക്ക് ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് കവിത വായിച്ചിട്ട് ആർഗ്യൂ ചെയ്യാൻ കഴിയും. ഒരാൾക്ക് വേണമെങ്കിൽ ശക്തമായിട്ട് വാദിക്കാം. ദ ഇലിയഡ് സീംസ് ടു സെലിബ്രേറ്റ് വാർ, ഇലിയഡ് എന്ന് പറയുന്ന കവിതയിൽ യുദ്ധത്തെ ആഘോഷിക്കുകയാണെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റും. അതായത് ഈ കവിത ഇലിയഡ് എന്ന് പറയുന്ന ഹോമറിന്റെ വാർ പോയം യുദ്ധത്തെ, വാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് തർക്കിക്കാം. ക്യാരക്ടേഴ്സ് എമർജ്, ഈ കഥയിലെ കഥാപാത്രങ്ങൾ വരുന്നു. എങ്ങനെയൊക്കെയാണ് എമർജ് ചെയ്യുന്നത്, കം ഔട്ട് ചെയ്യുന്നത്? ആസ് വർത്തി ഓർ ഡെസ്പിക്കബിൾ. ചില ക്യാരക്ടേഴ്സ് വർത്തിയാണ്, വളരെ മൂല്യമുള്ള അല്ലെങ്കിൽ വിലയുള്ള നിലയുള്ള കഥാപാത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ചിലര് ഡെസ്പിക്കബിൾ ആണ്. ഡെസ്പിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർക്ക് ഒരു വിലയും നിലയുമില്ല, ചിലർ വളരെ മോശം വെറുക്കപ്പെട്ടവരായിട്ട് വരുന്നുണ്ട്. അപ്പൊ കഥാപാത്രങ്ങളെ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദെയർ ഡിഗ്രി ഓഫ് കോമ്പീറ്റൻസ് ആൻഡ് ബ്രേവറി ഇൻ ബാറ്റിൽ. യുദ്ധക്കളത്തിലെ അവരുടെ ബ്രേവറിയും കോമ്പീറ്റൻസും രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് യുദ്ധക്കളത്തിലെ ബ്രേവറി. എന്താ യുദ്ധക്കളത്തിലെ ബ്രേവറി എന്ന് പറഞ്ഞാൽ? യുദ്ധക്കളത്തില് അവർ കാണിക്കുന്ന ധീരത. രണ്ടാമത്തേത് കോമ്പീറ്റൻസ്. കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാന്ന. യുദ്ധക്കളത്തിൽ എങ്ങനെ മത്സരിക്കാം? എതിരാളിയെ കൊന്നൊടുക്കാൻ കാണിക്കുന്ന ആർജവം. എതിരാളിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എതിരാളിയെ കൊല്ലുക എന്ന. അപ്പൊ ഈ രണ്ട് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ അയാള് വർത്താണോ അല്ല ഡെസ്പിക്കബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഏതൊക്കെ രണ്ട് കാര്യങ്ങള്? ഒന്ന് കോമ്പീറ്റൻസ്, മറ്റൊന്ന് ബ്രേവറി ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ഫോർ എക്സാമ്പിൾ പാരീസ്. പാരീസിനെ നമുക്കറിയാലോ. ഉദാഹരണമായിട്ട് നിങ്ങൾ പാരീസിന്റെ കാര്യം നോക്കൂ. ഡസന്റ് ലൈക്ക് ടു ഫൈറ്റ്. പാരീസിന് യുദ്ധം ഇഷ്ടമല്ല. പാരീസിന്റെ ഇഷ്ടം നമുക്കറിയാം, വല്ലവന്റെയും ഭാര്യയുടെ കൂടെ ഒളിച്ചോടുക, അതല്ലേ? അപ്പൊ ഈ ഒരു പാരീസ് അവന് യുദ്ധം ഇഷ്ടമല്ല. മാത്രമല്ല കറസ്പോണ്ടിംഗ്ലി റിസീവ്സ്, അതിന്റെ ഫലമായിട്ട് തന്നെ അവന് ലഭിക്കുന്നത് ദ സ്കോൺ ഓഫ് ബോത്ത് ഹിസ് ഫാമിലി ആൻഡ് ഹിസ് ലവർ. അതായത് പാരീസിനെ അവന്റെ കുടുംബക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പുച്ഛിക്കുന്നുണ്ട്. അതായത് അവന്റെ ഫാമിലി അവനെ പുച്ഛിക്കാണ്. അതുപോലെ തന്നെ അവന്റെ ലവറും. ആരാണ് അവന്റെ ലവർ? അവൻ അടിച്ചു കൊണ്ടുപോയ, അബ്ഡക്റ്റ് ചെയ്ത ഹെലൻ. കാരണം അവൻ ഭയന്നിട്ട് ഭീരുവായിട്ട് ഈ യുദ്ധത്തിൽ നിന്നും അവൻ മാറി നിൽക്കുന്നു. അവൻ മൂലമുണ്ടായ നീചകൃത്യ കാരണമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ഗ്രീക്കും അതുപോലെ തന്നെ ട്രോജൻസും തമ്മിൽ. അവ യുദ്ധത്തിന് ഹേതു ഉണ്ടാക്കിയിട്ട്, കാരണമുണ്ടാക്കിയിട്ട് പാരീസ് യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ അവന്റെ ഫാമിലിയും അതുപോലെ തന്നെ അവന്റെ ലവറും അവനെ സ്കോൺ, അവനെ പുച്ഛിക്കുന്നു. അക്വിലിസ് ഓൺ ദ അതർ ഹാൻഡ്. എന്നാൽ മറുവശത്ത് നിങ്ങൾ അക്വിലിസിനെ നോക്കൂ. ആരാ അക്വിലിസ്? ദ ഗ്രേറ്റ് ഗ്രീക്ക് വാരിയർ. മഹാനായിട്ടുള്ള, നല്ല യോദ്ധാവായിട്ടുള്ള ഗ്രീക്ക് സൈനികനാണ് ആര്? അക്വിലിസ്. ഈ അക്വിലിസ് വിൻസ് എറ്റേണൽ ഗ്ലോറി. ഈ അയാള് എറ്റേണൽ ഗ്ലോറി അയാൾ നേടി. എറ്റേണൽ ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ പ്രശസ്തി. നമ്മൾ നിത്യ യൗവനം എന്നൊക്കെ പറയില്ലേ, എന്നും നിലനിൽക്കുന്ന യൗവനം. അതുപോലെ എറ്റേണൽ ഗ്ലോറി, എന്നും നിലനിൽക്കുന്ന, മരിച്ചാലും നിലനിൽക്കുന്ന ഫെയിം, ഗ്ലോറി, പ്രശസ്തി, മഹത്വം അക്വിലിസ് നേടി. എങ്ങനെയാ നേടിയത് നിങ്ങൾക്കറിയാവോ? ബൈ എക്സ്പ്ലിസിറ്റ്ലി റിജക്റ്റിംഗ് ദ ഓപ്ഷൻ ഓഫ് എ ലോങ് കംഫോർട്ടബിൾ ആൻഡ്
അൺഇവന്റ്ഫുൾ ലൈഫ് അറ്റ് ഹോം. അതായത് തൻ്റെ വീട്ടില് യുദ്ധങ്ങളില്ലാത്ത, യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു നീണ്ട ജീവിതം വീട്ടിൽ ജീവിക്കാനുള്ള അവസരത്തെ റിജക്റ്റ് ചെയ്തിട്ട്, അതായത് അക്വിലിസിന്റെ മുൻപിൽ രണ്ട് അവസരം വരികയാണ്. അക്വിലിസിന്റെ അമ്മ അക്വിലിസിനോട് പറയാണ്, നിനക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാം. അങ്ങനെ നീ ജീവിക്കുമ്പോൾ ദീർഘകാലം നിനക്ക് ജീവിക്കാം, പക്ഷെ നീ ഫേമസ് ആവില്ല. അതായത് ലോങ് ലൈഫ് വിത്തൗട്ട് ഗ്ലോറി. ഗ്ലോറി ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് നാള് 70-80 വയസ്സ് വരെ ജീവിക്കാം. എന്നാൽ അതേ സമയത്ത് രണ്ടാമത്തെ കാര്യം ഷോർട്ട് ലൈഫ് വിത്ത് ഗ്ലോറി. ഷോർട്ട് ലൈഫ് ഒരു 30 വയസ്സ് വരെയോ അല്ലെങ്കിൽ 25 വയസ്സ് വരെയൊക്കെ ജീവിക്കും. യുദ്ധം ചെയ്ത് പടവെട്ടി അതിനുള്ളിൽ മരിക്കും. പക്ഷെ എന്ത് കിട്ടും? ഗ്ലോറി കിട്ടും, പ്രശസ്തി കിട്ടും. ഇതിൽ ഏത് വേണമെന്ന് തെരഞ്ഞെടുത്തോ എന്ന് അമ്മ പറയുമ്പോൾ അക്വിലിസ് തെരഞ്ഞെടുക്കുന്നത് ഏതാണ്? ഒരു ഷോർട്ട് ലൈഫ് വിത്ത് ഗ്ലോറിയാണ്. അയാൾ റിജക്റ്റ് ചെയ്യാണ് ഏത്? ഓപ്ഷൻ ഓഫ് എ ലോങ് കംഫോർട്ടബിൾ അൺഇവന്റ്ഫുൾ ലൈഫ് അറ്റ് ഹോം. വീട്ടിലുള്ള കംഫോർട്ടബിൾ ആയിട്ടുള്ള, അൺഇവന്റ്ഫുൾ ആയിട്ടുള്ള, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം അയാൾ റിജക്റ്റ് ചെയ്യാണ്, വേണ്ടാന്ന് വെക്കാണ്. ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് സീംസ് ടു സപ്പോർട്ട് ദിസ് മീൻസ്. മാത്രമല്ല ഈ ആശയത്തെ, ഈ ഒരു രീതി ഉണ്ടല്ലോ, ജീവിതത്തിൽ നിന്നും എന്ത് ചെയ്യുക, രണ്ട് ഓപ്ഷനിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളത്, ഇതിനെ ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കവിതയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ദിസ് മീൻസ് ഓഫ് ജഡ്ജിങ് ക്യാരക്ടർ, അതായത് ക്യാരക്ടറിനെ, കഥാപാത്രങ്ങളെ ഇത്തരത്തിൽ വിലയിരുത്തുന്ന ഈ രീതിയെ ഈ ടെക്സ്റ്റില്, ഈ കവിതയിൽ ന്യായീകരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആൻഡ് എക്സ്റ്റെൻഡ്സ് ഇറ്റ് ഈവൻ ടു ഗോഡ്സ്. ഈ ഒരു രീതി ദൈവങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ദേവതകളുടെ ഇടയിലേക്ക് പോലും ഈ രീതി എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ മനുഷ്യന്മാർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഗ്രീക്കുകാരും ട്രോജൻസും മാത്രമല്ല, അല്ലെങ്കിൽ അക്വിലിസും ഹെക്ടറും മാത്രമല്ല യുദ്ധത്തിലുള്ളത്. ഇരുപക്ഷത്തും ദേവന്മാരും ദേവതകളും കൂടി ഇരുവശത്തുണ്ട്. മാത്രമല്ല ഈ യുദ്ധം തുടങ്ങാനുള്ള കാരണം തന്നെ ആരാണ്? ഗോഡസസ് ആണ്. അതായത് ചില ദേവന്മാരും ചില ദേവികളുമാണ് യുദ്ധത്തിലുള്ള അവരുടെ താല്പര്യം. അവരുടെ ചില ഗൂഢ നീക്കങ്ങളും ലക്ഷ്യങ്ങളും ഇതിന് പിറകിലുണ്ട്. ദ എപ്പിക് ഹോൾസ് അപ്പ് വാർലൈക്ക് ഡയറ്റീസ്. എപ്പിക് എന്ന് പറയുന്ന ഈ കഥയുണ്ടല്ലോ, ഈ ഒരു കവിത, എപ്പിക്, ഈ ഒരു എപ്പിക്ക്, അതായത് ഇലിയഡ് എന്ന് പറയുന്ന എപ്പിക്ക്, ഈ ഒരു വാർ പോയം, ഈ വാർ പോയത്തില് വാർലൈക്ക് ഡയറ്റീസ്, യുദ്ധപ്രിയരായിട്ടുള്ള, യുദ്ധത്തെ ആഗ്രഹിക്കുന്ന ഡയറ്റീസ്, ദേവതകളുണ്ട്. മാത്രമല്ല ആരെപ്പോലെ? സച്ച് ആസ് അഥീന. അതിനൊരു എക്സാമ്പിൾ ആണ് അഥീന. അഥീന യുദ്ധത്തിന്റെ ദേവതയാണ്, ഗോഡസ് ഓഫ് വാർ ആണ് അഥീന. ഈ അഥീന അവരുടെ യുദ്ധത്തിലുള്ള താല്പര്യം, അവരുടെ ഇൻട്രസ്റ്റ് ഫോർ ദ റീഡേഴ്സ് അഡ്മിറേഷൻ, അവരുടെ യുദ്ധത്തോടുള്ള ആരാധനയോടുള്ള, അതിനോടുള്ള റീഡേഴ്സിന്റെ ആരാധനയെ ഈ കവിത ഉയർത്തി കാണിക്കുന്നുണ്ട്, വലിയ സംഭവമായിട്ട്. വൈൽ ഇറ്റ് മേക്സ് വൺ ഓഫ് ഗോഡ്സ്, അതേസമയം വേറെ ചില ഗോഡ്സ് ഉണ്ട്, അവരെ പേരിനി പറയും, അവരെ കളിയാക്കിയിട്ടും കാണിക്കുന്നുണ്ട്. എന്താ കളിയാക്കി കാണിക്കാനുള്ള കാരണം എന്നറിയാവോ? ഹു റൺ ഫ്രം അഗ്രഷൻ, അവര് ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും ഭയന്ന് ഓടുന്ന ചില ദൈവങ്ങളുണ്ട്. ചിലർക്ക് ആക്രമണങ്ങളും യുദ്ധങ്ങളും പേടിയാണ്. അങ്ങനെ ഭയന്ന് ഓടുന്നവരുണ്ട്, അവരെ കളിയാക്കിയിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല യൂസിങ് ദ ടിമിഡിറ്റി ഓഫ് ആഫ്രോഡൈറ്റ് ആൻഡ് ആർട്ടിമിസ്, ആഫ്രോഡൈറ്റിന്റെയും അതുപോലെ തന്നെ ആർട്ടിമിസിന്റെയും, ഇവർ രണ്ടും ദേവതകളും ദേവന്മാരുമാണ്. ഇവരുടെ ടിമിഡിറ്റി, ഇവരുടെ ഭീരുത്വത്തെ അല്ലെങ്കിൽ ഇവരുടെ ഭയത്തെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ട് ടു ക്രിയേറ്റ് എ സീൻ ഓഫ് കോമിക് റിലീസ്,
കാരണം ഇവിടെ ഒരു യുദ്ധ കവിതയാണിത്. വളരെ എന്തായിരിക്കും, അത്തരം ഒരു സാഹചര്യത്തിലൂടെ, വളരെ ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പറയുമ്പോൾ, അത്തരം സാഹചര്യങ്ങളിലൂടെ ഈ കവിത പോകുമ്പോൾ, ഈ കവിതയ്ക്കിടയിൽ റീഡേഴ്സിന് ഒരല്പം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ആഫ്രോഡൈറ്റ്, അതുപോലെ തന്നെ ആർട്ടിമിസ്, ഇവരെ പോലുള്ള ഭീരുക്കളായിട്ടുള്ള പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ദേവതകള് അവരുടെ ഭീരുത്വത്തെ കോമിക്കായിട്ട് ആളുകൾക്ക് ഒരു റിലീഫിന് വേണ്ടിയിട്ട്, ഒരു ആശ്വാസം, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടു ഫൈറ്റ് ഈസ് ടു പ്രൂവ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഫൈറ്റ് എന്നുള്ളത് എന്തിനാണ് ഫൈറ്റ്? ഫൈറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് തെളിയിക്കാൻ? ടു പ്രൂവ് വൺസ് ഹോണർ ആൻഡ് ഇന്റഗ്രിറ്റി. എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഒരാളുടെ ഹോണർ, ഒരാളുടെ ആദരവും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഒരാളുടെ ആർജവവും തെളിയിക്കാനുള്ളതാണ് ഫൈറ്റ്. എന്നാൽ വൈൽ ടു അവോയ്ഡ് വാർഫെയർ, എന്നാൽ ഒരു യുദ്ധത്തെ ഒഴിവാക്കുന്നത്, യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുമ്പോൾ, വാർഫെയർ എന്ന് പറഞ്ഞ യുദ്ധം, അതിൽ നിന്നും മാറി നിൽക്കുന്നത് ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ലേസിനെസ്, ഒരാളുടെ മടിയെ കാണിക്കുന്നു. ഇഗ്നോബിൾ ഫിയർ, മോശമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭയത്തെ കാണിക്കുന്നു. ഓർ മിസ് അലൈൻഡ് പ്രിയോറിറ്റീസ്, അല്ലെങ്കിൽ ഒരാളുടെ തെറ്റായ ക്രമത്തിലുള്ള മുൻതൂക്കത്തെ കാണിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ മോശപ്പെട്ടവനാണെന്ന് കാണിക്കുന്നതിൻ്റെ ലക്ഷണമാണെന്ത്? യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. അവ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഹോണറാണ്, ഇന്റഗ്രിറ്റി ആണ്. നമുക്ക് പേര് കിട്ടണമെങ്കിൽ, പ്രശസ്തി കിട്ടണമെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കണം. ടു ബി ഷുവർ ദ ഇലിയഡ് ഡസന്റ് ഇഗ്നോർ ദ റിയാലിറ്റീസ് ഓഫ് വാർ. എന്നാൽ അതേ സമയം തന്നെ ഒരിക്കലും ഈ ഇലിയഡ് എന്ന് പറയുന്ന കവിത, വാർ പോയം, യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ചില യാഥാർത്ഥ്യ വശങ്ങള്, മുഖങ്ങൾ യുദ്ധത്തിനുണ്ട്. ആ മുഖങ്ങളെ അല്ലെങ്കിൽ വശങ്ങളെ ഒരിക്കലും അവഗണിക്കുന്നില്ല, വല്ലാതെ അങ്ങോട്ട് യുദ്ധത്തെ പുകഴ്ത്തുന്നില്ല. എന്തൊക്കെയാണ് യുദ്ധത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങള്, നമ്മൾ കാണാതിരിക്കാൻ പാടില്ലാത്ത വശങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, men die gruesome deaths. മനുഷ്യര് വളരെ ഭയാനകമായ രീതിയിൽ, അല്ല, ഇന്റേണൽ ഓർഗൻസ്, കൊടൽമാലൊക്കെ പുറത്തു വരുന്ന രീതിയിൽ, ആളുകൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ യുദ്ധത്തിൽ ആളുകൾ മരിക്കുന്നു. രണ്ട്, വിമൺ ബിക്കം സ്ലേവ്സ്, സ്ത്രീകള് അടിമകളും, ആൻഡ് കോൺകുബൈൻസ്, വേശ്യകള് അല്ലെങ്കിൽ വെപ്പാട്ടികളാവുന്നു. അതാണ് യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം. അതായത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രൂപ്പ്, വാർ ട്രൂപ്പ് യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ അവരുടെ ഭാര്യമാരെ വിജയിച്ച ആളുകളെ അടിമകളായിട്ട് പിടികൂടും. അങ്ങനെ പിടികൂടി കഴിഞ്ഞാൽ പിന്നുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പിന്നെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് വെപ്പാട്ടികളും വേശ്യകളുമായിട്ട് ജീവിക്കേണ്ടി വരും. അവരുടെ മക്കളെ അവർ ഭീഷണിയാകുമെന്ന പേരിൽ കൊല്ലും. ഈ അവസ്ഥയാണ് ഈ കവിതയിൽ കൊല്ലപ്പെടുന്ന ട്രോജൻ വാരിയർ ആയിട്ടുള്ള ഹെക്ടറിന്റെ ഭാര്യയായിട്ടുള്ള ആൻഡ്രോമാഷയ്ക്കും, അതുപോലെ തന്നെ ഹെക്ടറിന്റെ മകനായിട്ടുള്ള ആസ്റ്റിനാക്സിനും ഗ്രീക്കുകാർ പിടികൂടിയ ശേഷം സംഭവിക്കുന്നത്. ഇനി എക്സ്ട്രേഞ്ച്ഡ് ഫ്രം ദെയർ ടിയർഫുൾ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, സ്ത്രീകളെ എന്തു ചെയ്യും? കണ്ണീര് അണിഞ്ഞിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന അവരുടെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും അടുത്തു നിന്നും സ്ത്രീകളെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു. ഇനി മാത്രമല്ല, അടുത്തൊരു ദയനീയ രംഗം എന്ന് പറയുന്നത് എ പ്ലേഗ് ബ്രേക്സ് ഔട്ട് ഇൻ ദ അക്കിയൻ ക്യാമ്പ്. ഈ അക്കിയൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ ക്യാമ്പില് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാഗ് എന്ന് പറയുന്ന മഹാമാരി പടർന്നു പിടിക്കുന്നു. അതുമാത്രമല്ല, ഡെസിമേറ്റ്സ് ദ ആർമി, സൈന്യത്തിലെ ഒരുപാട് ആളുകളെ പ്ലാഗ് കൊന്നൊടുക്കുകയും ചെയ്തു. ഇൻ ദ ഫേസ് ഓഫ് ദീസ് ഹൊറേഴ്സ്, ഈ ഭീകര അവസ്ഥകള് കാണുമ്പോൾ ഈവൻ ദി മൈറ്റസ്റ്റ് വാരിയേഴ്സ് ഒക്കേഷണലി എക്സ്പീരിയൻസ് ഫിയർ,
അതായത് എത്ര ശക്തനായിട്ടുള്ള ഒരു വാരിയർ, ഒരു യോദ്ധാവാണെങ്കിലും ശരി, ഇത്രയും ഭീകരമായ രംഗങ്ങൾ കാണുമ്പോൾ എത്ര ശക്തനാണെങ്കിലും ഭയപ്പെട്ടു പോകുന്നു. ദ പോയിന്റ് ടെൽ us ദാറ്റ്, കവി നമ്മോട് പറയാണ്, ഇത്തരം സാഹചര്യങ്ങളിൽ ബോത്ത് ആർമീസ് റിഗ്രറ്റ് ദാറ്റ് ദ വാർ എവർ ബിഗാൻ. ഇത്തരം സാഹചര്യത്തിൽ ഇരു സൈന്യങ്ങളും, ഗ്രീക്കുകാരും ട്രോജൻസും, ഇത്തരം വിഷമഘട്ടങ്ങളിൽ യുദ്ധം തുടങ്ങിയതിനെ കുറിച്ച് രണ്ട് കൂട്ടരും റിഗ്രറ്റ്, രണ്ട് കൂട്ടർക്കും കുറ്റബോധമുണ്ടായി, വേണ്ടിയിരുന്നില്ല എന്ന തോന്നലുണ്ടായി. ദോ അക്വിലിസ് പോയിന്റ്സ് ഔട്ട് ദാറ്റ്, അക്വിലിസ് സൂചിപ്പിക്കുകയുണ്ടായി, ഓൾ മെൻ വെദർ ബ്രേവ് ഓർ കവേർഡ്ലി, എല്ലാ മനുഷ്യരും, അവര് ധീരന്മാരായിക്കോട്ടെ അതല്ല ഭീരുക്കളായിക്കോട്ടെ, എല്ലാ മനുഷ്യരും മീറ്റ് ദ സെയിം ഡെത്ത് ഇൻ ദ എൻഡ്, അവസാനം എല്ലാവരും മരണത്തെ മീറ്റ് ചെയ്യുന്നു, എല്ലാവരും മരിക്കുന്നു അല്ലെങ്കിൽ മരണത്തെ ഫേസ് ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം അക്വിലിസ് പറയുന്നുണ്ട്. ദ പോയം നെവർ ആസ്ക് ദ റീഡർ ടു ക്വസ്റ്റ്യൻ ദി ലെജിറ്റിമസി ഓഫ് ദ ഓൺഗോയിങ് സ്ട്രഗിൾ. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ നിയമസാധുത, ആ യുദ്ധം എന്തുമാത്രം നല്ലതിനാണ് അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ആ യുദ്ധം കൊണ്ട് ഉള്ളത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട യാതൊരു ചോദ്യങ്ങളും ഒരിക്കലും ഈ കവിത റീഡേഴ്സിന്റെ മുന്നിൽ ഉണർത്തുന്നില്ല. ഹോമർ നെവർ ഇംപ്ലൈസ് ദാറ്റ് ദ ഫൈറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വേസ്റ്റ് ഓഫ് ടൈം ഓർ ഹ്യൂമൻ ലൈഫ് എന്ന് വെച്ച് ഹോമർ ഒരിക്കലും ഈ യുദ്ധം സമയം വേസ്റ്റ് ചെയ്യലോ വെറുതെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തലോ ആണെന്ന അഭിപ്രായവും ഹോമർ മുന്നിലോട്ട് വെക്കുന്നില്ല. യുദ്ധം നല്ലതാണെന്നോ യുദ്ധം മോശമാണെന്നോ രണ്ട് അഭിപ്രായവും ഹോമർ പറയുന്നില്ല. റാദർ ഹി പോർട്രേസ്, അതിലെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നത് ഈച്ച് സൈഡ് ആസ് ഹാവിങ് ജസ്റ്റിഫയബിൾ റീസൺ ടു ഫൈറ്റ്. ഇരുവശക്കാർക്കും, ഗ്രീക്കുകാർക്കും ട്രോജൻസിനും യുദ്ധം ചെയ്യാനുള്ള ന്യായമായ അവകാശം ഉണ്ടെന്ന് പറയുന്നു. മാത്രമല്ല, ആൻഡ് ഡെപിക്സ് വാർഫെയർ ആസ് എ റെസ്പെക്റ്റബിൾ ആൻഡ് ഈവൻ ഗ്ലോറിയസ് മാനർ ഓഫ് സെറ്റിംഗ് ദ ഡിസ്പ്യൂട്ട്. അതിലുപരിയായിട്ട് ഈ കവിത യുദ്ധത്തെ പറയുന്നത്, യുദ്ധം എന്നുള്ളത് ഏറ്റവും റെസ്പെക്റ്റബിൾ, ബഹുമാനിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഈവൻ ഗ്ലോറിയസ്, ഏറ്റവും മഹത്തരമായിട്ടുള്ള രീതിയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്. എന്തിനുള്ള? സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ, രണ്ടു കൂട്ടർക്കിടയിലുള്ള ഡിസ്പ്യൂട്ട്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും ഗ്ലോറിയസ്, ഏറ്റവും മഹത്തരവും ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളതുമായ മാർഗം യുദ്ധമാണെന്നാണ് കവിത പറയുന്നത്. ഇത്രയാണ് ദ ഗ്ലോറി ഓഫ് വാർ, യുദ്ധത്തിന്റെ മഹത്വം. ഇനി രണ്ടാമത്തെ തീമാണ് മിലിറ്ററി ഗ്ലോറി ഓവർ ഫാമിലി ലൈഫ്. അതായത് കുടുംബജീവിതത്തെക്കാൾ യുദ്ധത്തിനുള്ള പ്രാധാന്യം. കുടുംബത്തിൽ നിൽക്കുന്നതിനേക്കാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, അതാണ് മിലിറ്ററി ഗ്ലോറി എന്ന് പറയുന്നത്. അപ്പൊ സൈന്യത്തിൽ പോകുന്നതിനേക്കാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനാണ് കുടുംബജീവിതത്തിനേക്കാൾ ഇലിയഡ് പ്രാധാന്യം നൽകുന്നത്. എ തീം ഇൻ ദ ഇലിയഡ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഗ്ലോറി ഓഫ് വാർ. അതായത് യുദ്ധത്തിന്റെ മഹത്വമാണ് ഇലിയഡിലെ ഒരു തീം. അതുപോലെ തന്നെ അടുത്തൊരു തീം ഇതുപോലെ ഒന്നതാണ്. അതുപോലെ മറ്റൊരു തീം ഈസ് ദ പ്രിഡോമിനൻസ് ഓഫ് മിലിറ്ററി ഗ്ലോറി. അതായത് മിലിറ്ററി ഗ്ലോറിക്കുള്ള പ്രിഡോമിനൻസ്, അതായത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രാധാന്യം എന്തിനേക്കാൾ? ദാൻ ഓവർ ഫാമിലി ലൈഫ്. എന്തിനേക്കാൾ? ഫാമിലി ലൈഫിനേക്കാൾ മിലിറ്ററി ഗ്ലോറിക്കുള്ള പ്രിഡോമിനൻസ് ആണ് രണ്ടാമത്തേത്. രണ്ടാമതായിട്ട് കവിത പറയുന്നത്, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരൂ, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കൂ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനാണ് പ്രാധാന്യം. The text clearly admires the reciprocal bonds at
ഡിഫറൻസ് ആൻഡ് ഒബ്ലിഗേഷൻ ദാറ്റ് ബൈൻഡ് ഹോമറിക് ഫാമിലീസ് ടുഗദർ. ഈ ടെക്സ്റ്റ് കൃത്യമായിട്ട് ആരാധനയോട് കൂടി തന്നെയാണ് കാണിക്കുന്നത്. എന്തിനെ? ദ റെസിപ്രോക്കൽ ബോണ്ട്സ് ഓഫ് ഡിഫറൻസ്. ഈ ഡിഫറൻസിന്റെ സ്പെല്ലിംഗ് DIFE എന്നല്ല, DEFERENCE. ശ്രദ്ധിക്കട്ടോ, ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് എന്നാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, റെസിപ്രോക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധത്തിന്റെ ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം. അങ്ങോട്ട് ബഹുമാനം കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും ബഹുമാനം കിട്ടും. ഈ ഒരു ബന്ധം, ഈ ബന്ധമാണ് ഹോമറിന്റെ കാലഘട്ടത്തിലെ കുടുംബങ്ങളുടെ കെട്ടുറപ്പ്. ഇത്തരം ഒരു ബന്ധം ആ കാലഘട്ടത്തിൽ ഒരു പരസ്പര റെസ്പെക്റ്റ്, ഒരു പരസ്പര ബോണ്ട്, അതാണ് റെസിപ്രോക്കൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസിപ്രോക്കൽ ബോണ്ട് ഓഫ് ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. അപ്പൊ റെസ്പെക്റ്റിന്റെ അതുപോലെ തന്നെ ഒബ്ലിഗേഷൻ, കടപ്പാട്, ആളുകൾക്ക് പരസ്പരമുള്ള കടപ്പാടിന്റെയും അതുപോലെ തന്നെ റെസ്പെക്റ്റിന്റെയുമുള്ള ഒരു പരസ്പര ബന്ധം, ആ ഒരു ബോണ്ടാണ് ഹോമറിന്റെ കാലഘട്ടത്തിലെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നത്. ആ ഒരു ബന്ധത്തെ ഈ കവിത ആരാധിക്കുന്നുണ്ടെങ്കിലും അതിനൊരു പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിലും but it respects much more highly the pursuit of Cleos. എന്നാൽ അതിനേക്കാൾ പരിഗണന കൊടുക്കുന്നത്, അതിനേക്കാൾ ഇറ്റ് റെസ്പെക്ട് മച്ച് മോർ, കുറച്ച് കൂടുതലായിട്ട് ഈ കവിത റെസ്പെക്ട് കൊടുക്കുന്നത് പെർസ്യൂട്ട് ഓഫ് ക്ലിയോസ്, അതായത് പ്രശസ്തി തേടി പോകുന്നതിനാ. പെർസ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫോളോ, ക്ലിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ്, പ്രശസ്തി, പ്രശസ്തി അന്വേഷിച്ചു പോവാം. അല്ലെങ്കിൽ ഗ്ലോറി ഓർ റിനോൺ. ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം അല്ലെങ്കിൽ മഹത്വം അന്വേഷിച്ചു പോവാ, ഓർ റിനോൺ എന്ന് വെച്ചാൽ ഫേമസ്. ഇത് എങ്ങനെ കിട്ടണം? അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ക്ലിയോസ്, ഗ്ലോറി അല്ലെങ്കിൽ റിനൗൺ, ഒരു വ്യക്തി ഇത് ലഭിക്കണം, ഒരു വ്യക്തിക്ക് ഇത് കിട്ടണം. വൺ വിൻസ് ഇൻ ദ ഐസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരാൾക്ക് ഇത് ലഭിക്കണം. എങ്ങനെ? ബൈ പെർഫോമിങ് ഗ്രേറ്റ് ഡീഡ്സ്. വലിയ കാര്യങ്ങൾ ചെയ്തിട്ട്. അതായത് ഒരു വ്യക്തിക്ക് ഫെയിം അല്ലെങ്കിൽ ക്ലിയോസ് അല്ലെങ്കിൽ ഗ്ലോറി മറ്റുള്ളവരുടെ കണ്ണിൽ ഒരാളത് നേടുന്നത് ബൈ പെർഫോമിങ് ഗ്രേറ്റ് ഡീഡ്സ്, വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഹോമറിന്റെ കാലഘട്ടത്തിലെ വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ വാർ, യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കണം, അങ്ങനെ കിട്ടുന്ന പ്രശസ്തി, അതാണ് ഫേമസ്. അതുകൊണ്ട് തന്നെ ഈ കവിത ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ്. ദ മോസ്റ്റ് ഹീറോയിക് ക്യാരക്ടേഴ്സ് ഇൻവീരിയബിളി ചൂസ് ദ ലാറ്റർ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹോമർ കോൺസ്റ്റന്റ്ലി ഫോഴ്സസ് ഹിസ് ക്യാരക്ടേഴ്സ്. അതായത് ഹോമർ തന്റെ കവിതയിൽ കൃത്യമായിട്ട് കഥാപാത്രങ്ങളോട് നിർബന്ധിക്കുന്നുണ്ട് അവർക്ക് തെരഞ്ഞെടുക്കാം. ബിറ്റ്വീൻ എന്തൊക്കെ തെരഞ്ഞെടുക്കാം? അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദയർ ലവ്ഡ് വൺസ്, അവർക്ക് വേണമെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഫാമിലിയുടെ കൂടെ താമസിക്കാം. അതുപോലെ തന്നെ ആൻഡ് ക്വസ്റ്റ് ഫോർ ക്ലിയോസ്, അവർക്ക് ക്ലിയോസിന് വേണ്ടിയിട്ട്, ഫേമസ് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവർക്ക് യുദ്ധത്തിലേക്ക് പോവാം. മാത്രമല്ല ഇങ്ങനെ ഒരവസരം ഹോമർ ക്യാരക്ടേഴ്സിന് നൽകുന്നുണ്ട്. പക്ഷെ ഹോമർ ഇങ്ങനെ നൽകുമ്പോൾ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ഇൻവാരിയബിളി ചൂസ് ദ ലാറ്റർ. അധിക ക്യാരക്ടേഴ്സും രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുന്നത്. ലാറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത്, ഫോർമർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത്, ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ജീവിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പ്രശസ്തി സ്വന്തമാക്കുക. അതാണ് എല്ലാവരും തെരഞ്ഞെടുക്കുന്നത്. ഇനി നോക്കൂ, ആൻഡ്രോമാഷെ പ്ലീഡ്സ് വിത്ത് ഹെക്ടർ നോട്ട് ടു റിസ്ക് ഓർഫനിങ് ഹിസ് സൺ. ആൻഡ്രോമാഷെ എന്ന് പറയുന്നത് ഹെക്ടറിന്റെ ഭാര്യയാണ്. ഈ യുദ്ധത്തിനിടയിൽ തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ വരുന്ന ഹെക്ടറിനോട് ഭാര്യയും മകനും യാചിക്കാണ്. എന്താ ഭാര്യ പറയുന്നത്? നോട്ട് ടു റിസ്ക് ഓഫനിങ് ഹിസ് സൺ, മകനെ അനാഥനാക്കരുത്.
എന്നെ ശത്രു സൈന്യത്തിന് വിട്ടുകൊടുത്ത് വിധവയാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഹെക്ടറിന്റെ കാല് പിടിച്ചു പറയുന്നുണ്ട്. പക്ഷേ ധീരനായ ഹെക്ടർ ഭാര്യയുടെ കണ്ണീരിന് മുൻപിൽ എന്ത് ചെയ്യുന്നില്ല, തോറ്റു കൊടുക്കുന്നില്ല. എന്താ കാരണം? ഹെക്ടർ നോസ് ദാറ്റ്, ഹെക്ടറിന് അറിയാം വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഫൈറ്റിംഗ് എമംഗ് ഫ്രണ്ട് റാങ്ക്സ് represents the only means of winning my father great glory. അതായത് തൻ്റെ ഫാദറിന് നല്ല പ്രശസ്തി കിട്ടണമെങ്കിൽ, തൻ്റെ അച്ഛൻ രാജ്യം ഭരിക്കുന്ന ട്രോജന്റെ കിങ് ആയിട്ടുള്ള പ്രിയാം, ആ അച്ഛന് ഫേമസ് പ്രശസ്തി ഗ്ലോറി കിട്ടണമെങ്കിൽ മകനായിട്ടുള്ള രാജകുമാരനായിട്ടുള്ള ഹെക്ടർ സൈന്യത്തിന്റെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യണം. ഇതാർക്കറിയാം? ഹെക്ടറിന് അറിയാം. അതുകൊണ്ടാണ് ഹെക്ടർ എന്ത് ചെയ്യുന്നത്? ഭാര്യയുടെയും മകന്റെയും അഭ്യർത്ഥന കേൾക്കാതെ യുദ്ധത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് പാരീസ് എന്ന മറുവശത്ത് പ്രിയാമിന്റെ മറ്റൊരു മകനായിട്ടുള്ള പാരീസ് ചൂസസ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹെലൻ റാദർ ദാൻ ഫൈറ്റ് ഇൻ ദ വാർ. യുദ്ധത്തിൽ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ താൻ തട്ടിക്കൊണ്ടുപോയ ഹെലന്റെ കൂടെ സമയം ചെലവഴിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. അക്കോർഡിംഗ്ലി, അതിന്റെ അനുസരിച്ച്, അതിന്റെ ഫലമായിട്ട് ബോത്ത് ദ ടെക്സ്റ്റ് ആൻഡ് അതർ ക്യാരക്ടേഴ്സ് ട്രീറ്റ് ഹിം വിത്ത് ഡെറിഷൻ. ഈ ടെക്സ്റ്റിൽ, ഈ കവിതയിലും അതുപോലെ തന്നെ മറ്റു കഥാപാത്രങ്ങളും ഈ പാരീസിനെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്താ കാരണം? അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അക്വിലസ് ഡിബേറ്റ്സ് റിട്ടേണിംഗ് ഹോം ടു ലിവ് ഇൻ ഈസ് വിത്ത് ഹിസ് ഏജിംഗ് ഫാദർ. തൻ്റെ പ്രായമുള്ള അച്ഛൻ്റെ കൂടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട്, യുദ്ധത്തിൽ നിന്നും തിരിച്ചു പോന്ന് ഏജിംഗ് ഫാദറിന്റെ കൂടെ താമസിക്കുന്നതുമായിട്ട് അക്വിലിസ് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. പക്ഷേ ഹി റിമൈൻസ് അറ്റ് ട്രോയ്. അയാൾ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാതെ അയാൾ ട്രോയിൽ തന്നെ നിൽക്കുകയാണ്. എന്താ കാരണം? ടു വിൻ ഗ്ലോറി ബൈ കില്ലിംഗ് ഹെക്ടർ ആൻഡ് അവെഞ്ചിങ് പെട്രോക്ലസ്. അയാൾക്ക് എന്തു വേണം? ട്രോയിൽ നിന്ന് യുദ്ധം ചെയ്തിട്ട് അയാൾക്ക് ഗ്ലോറി വിൻ ചെയ്യണം, പ്രശസ്തി നേടണം. അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസിനെ കൊന്ന ഹെക്ടറിനോട് റിവെഞ്ച് ചെയ്യണം, പ്രതികാരം ചെയ്യണം. The gravity of the decision that Hector and Achilles make is emphasized by the fact that ഹെക്ടറിന്റെയും അക്വിലിസിന്റെയും ഈ തീരുമാനം ഉണ്ടല്ലോ, യുദ്ധക്കളത്തിൽ നിൽക്കാനുള്ള ഈ തീരുമാനം, ആ തീരുമാനത്തെ നമ്മൾ വളരെ പരിഗണന കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ പോയത്തിൽ വളരെയധികം അവരെ പുകഴ്ത്തുന്നു. എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഈച്ച് നോസ് ഹിസ് ഫേറ്റ്. രണ്ടുപേർക്കും അവരുടെ വിധി അറിയാം. അവർ കൊല്ലപ്പെടുമെന്ന് രണ്ടുപേർക്കും അറിയാം. എ ഹെഡ് ഓഫ് ടൈം, അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ. പക്ഷെ അവരതിന് നിൽക്കുകയാണ്. എന്താണ് കാരണം? അതിന്റെ കാരണം the characters praise so highly the martial values of honor, noble bravery. അതായത് കഥാപാത്രങ്ങളെ വില കൊടുക്കുന്നത് യുദ്ധക്കളത്തിൽ നിന്നും ലഭിക്കുന്ന മഹത്വത്തിനാണ്. അതുപോലെ തന്നെ യുദ്ധക്കളത്തിലെ ധീരതയ്ക്കാണ്. ഗ്ലോറി, യുദ്ധക്കളത്തിൽ പോയി കിട്ടുന്ന പ്രശസ്തിക്കാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളെല്ലാം, ഹെക്ടറും അക്വിലിസും എല്ലാം വില്ലിംഗ്ലി സാക്രിഫൈസ്, അവർ ത്യജിക്കാൻ തയ്യാറാവുകയാണ്. ദ ചാൻസ് ടു ലിവ് എ ലോങ് ലൈഫ് വിത്ത് ദോസ് ദേ ലവ്. അവർ ആഗ്രഹിക്കുന്നവരുടെ കൂടെ ഒരുപാട് നാൾ ജീവിക്കാനുള്ള അവരുടെ അവസരം, ആ ചാൻസ് അവർ വേണ്ടാന്ന് വെക്കാണ്. അവര് വില്ലിംഗ് ടു സാക്രിഫൈ, ആ ഒരു അവസരം ത്യജിക്കാൻ അവർ തയ്യാറാവുകയാണ്. എന്താ കാര്യം? അവർ മതിപ്പ് കൊടുക്കുന്നത്, അവർ വാല്യൂ കൊടുക്കുന്നത് യുദ്ധക്കളത്തിൽ നിന്നും കിട്ടുന്ന ഹോണറിനാണ്, യുദ്ധക്കളത്തിൽ നിന്നും കിട്ടുന്ന ഗ്ലോറിക്കാണ്. അതുപോലെ തന്നെ നോബിൾ ബ്രേവറിക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. മൂന്നാമത്തെ തീം കൂടി ഉണ്ട് ഫ്രണ്ട്സ്. അതൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇനിയും പോയി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത വിധം എനിക്ക് ലെങ്തി ആവും. അപ്പോൾ തൽക്കാലം ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഫ്രണ്ട്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി നോട്ട്സ് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തീർക്കാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം?
ചാനൽ നിങ്ങളിത് കാണുക. അതുപോലെ തന്നെ നിർബന്ധമായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാം, ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. കാരണം നോട്ടൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കും ഗുണകരമായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.